മനോജ്, താഴെങ്ങാടിയിലൊരു പെണ്ണുങ്ങള് വണ്ടിയിൽ വെച്ച് പറഞ്ഞതാ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇപ്പം കൊണ്ടു കൊടുക്കുക? എനിക്കെന്താ പേരാന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോ ഡ്രൈവർമാർക്കല്ല ഇതന്നെയല്ലേ നേരെ ഉണ്ടാവുള്ളൂ. എന്നാലും എടോ, ഇതൊന്നും അത്ര വിലപ്പെട്ട സാധനം ഒന്നല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ വണ്ടിയിൽ ഒരാൾ ഒരു ബർത്ത്ഡേ കേക്ക് വെച്ച് മറന്നുപോയി. എന്നിട്ട് ബർത്ത്ഡേ കേക്കുള്ള പേര് അശ്വതിന്ന്. അത് ഞാൻ അങ്ങനെ തന്നെ ബടിച്ചങ്ങ് നക്കിയങ്ങ് തിന്ന്. എന്നിട്ട് ആ കേക്ക് എടുത്തിൻ്റെ ഭാര്യയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ മോളൂ എന്ന് പറയും. എന്താ മോനെ സന്തോഷം. അല്ലെങ്കിലോ തലേന്ന് വരെ ഞങ്ങൾ കീരിയും പാമ്പും പോലെയായിരുന്നു. പക്ഷേ ഓളെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. ശരി, ഞാൻ എന്തൊക്കെ പറഞ്ഞങ്ങ് കൊടുത്താ മോനെ. അത് നക്കി തിതലി എനിക്ക് പറ്റൂ, എന്നെ കൊണ്ട് പറ്റൂല. ആള് സ്ഥലമൊക്കെ നമുക്ക് അറിയുന്നല്ലേ, പിന്നെന്താ കൊണ്ട് കൊടുക്കുന്നതിന്? എടാ, ഇനി അതിനായിട്ട് എണ്ണയും കത്തിച്ച് പോകാം. പിന്നല്ലാണ്ട് ഇത് കൊണ്ടു കൊടുത്തില്ലെങ്കിലേ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഓനെ ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് അല്ലേ കാണായിരുന്നു. എന്തെന്നാവുമ്മ എത്ര പ്രാവശ്യം ഈ കണ്ണട ഇങ്ങനെ കളയുന്നത്? മഴക്കാലത്ത് കൊടയായിരുന്നു, ഇപ്പൊ ഇതാ തുടങ്ങി കണ്ണട. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് മേടിക്കാം. അയറ്റാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ, അങ്ങനെ ഇരിക്കും കുറച്ച് നാൾ. എന്നാൽ പിന്നെ അതിന് വില മനസ്സിലാവുള്ളൂ. മോളെ, നോമ്പ് കാലമല്ലേ, ഖുറാൻ വായിക്കാണ്ട് ഉമ്മക്ക് പറ്റൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഉമ്മ? ഫസീല, ഉമ്മ വാ, നമുക്ക് ഒരു പുതിയൊരു കണ്ണട മേടിച്ചു വരാം. ഇത് ഉമ്മ വണ്ടിയിൽ വെച്ച് പറഞ്ഞ കണ്ണടയാ. അത് കൊണ്ടുതരാൻ വേണ്ടി വന്ന. ഏറിയ കോണുണ്ടാവും മോനെ. ഞാൻ ഈ കണ്ണട ഏഴെ വെച്ച് നോർമ്മല്ലാണ്ട് നിൽക്കുന്നേനു. എനിക്ക് നിങ്ങളെ ഇറക്കിയ സ്ഥലം അറിയാലോ, അതുകൊണ്ടല്ലേ കൊണ്ടുതരാൻ പറ്റിയേ. എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ വന്നത് നന്നായിക്കേ. ഞങ്ങൾ പുതിയൊരു കണ്ണട മേടിക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു. ഓ, അത് ശരി. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അല്ല പോലെ, ഒരു മിനിറ്റ്. അതെ, അതൊന്നും അല്ല ഇത് വെച്ചോ. ഇത് നിങ്ങൾ കൊണ്ടുതരാനായിട്ട് അങ്ങനെ വന്നതല്ലേ? അതിനൊന്നും ആവശ്യമില്ല. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിത് ഇവിടം വരെ കൊണ്ടുതരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതിനുള്ള ഞങ്ങളുടെ ചെറിയൊരു സന്തോഷമാണത്. വേണ്ടെന്ന് പറയരുത് പ്ലീസ്. വൈകുന്നേരം നോമ്പ് തുറക്ക് ക്ഷണിച്ചാൽ വരാൻ പറ്റുമോ?